കേരളത്തിലെ പൊതു ആരോഗ്യരംഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ എന്താണ് വാസ്തവമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ 1957 തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് രണ്ട് രംഗങ്ങളിലാണ്: ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും. ആ സർക്കാരിൽ തുടങ്ങി പിന്നീട് വന്നിട്ടുള്ള സർക്കാരുകൾ ഈ രണ്ട് രംഗങ്ങളിലും ചെലുത്തിയിട്ടുള്ള വലിയ ശ്രദ്ധയാണ് ഇന്ന് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റിയത് എന്ന് പറയാൻ നമുക്ക് ഒട്ടും സംശയം തോന്നേണ്ടതില്ല. ഈ രണ്ട് രംഗങ്ങളിലും അതുപോലെ തന്നെ ആദ്യ സർക്കാരിൻ്റെ ആദ്യത്തെ ഉത്തരവ് തന്നെ കുടികിടപ്പ് അനുവദിച്ചുകൊണ്ടുള്ളത്. ഈ കുടികിടപ്പ് അനുവദിച്ചതോടുകൂടി കേരളത്തിലെ വലിയൊരു വിഭാഗം കർഷക തൊഴിലാളികൾക്ക് അവർ ജീവിക്കുന്ന മണ്ണ് അവർക്ക് സ്വന്തമായി മാറി. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന മണ്ണ് നമുക്ക് സ്വന്തമായി മാറുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വ്യാപ്തിയുണ്ട്. അതായത് ആ കാലം വരെ ജന്മിമാരുടെ ഔദാര്യത്തിലാണ് കർഷക തൊഴിലാളികൾ താമസിച്ചിരുന്നത്. നാളെ ജന്മി അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങിപ്പോകണം. അപ്പോൾ ഈ ഒരിക്കലും അവർക്ക് ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ജീവിതം ഇല്ല നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഓരോ കാർഷിക സീസൺ കഴിയുമ്പോഴും അടുത്ത സ്ഥലത്തേക്ക് മാറേണ്ടി വരുന്നു. അങ്ങനെ മാറുന്ന ആളുകൾക്ക് അവർക്ക് മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനോ അതുപോലെ അവരുടെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഇതൊരു സാധാരണ നിയമമാണ്. ഇത് മനസ്സിലാക്കാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. അപ്പം അതിനു പുറമെയാണ് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആ സർക്കാർ ചെയ്ത വലിയ കാര്യങ്ങൾ. അതായത് 58 തന്നെ ഏതാണ്ട് 40ഓളം പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും അതുപോലെ തന്നെ 138ഓളം മറ്റ് മെറ്റേണിറ്റി ചൈൽഡ് കെയർ സെൻ്ററുകളും അതുപോലെ തന്നെ 3 മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കുവാൻ ആ ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള സർക്കാരിന് സാധിച്ചു. അത് ആരോഗ്യരംഗത്തുള്ള പിന്നീടുള്ള പൊതുമേഖലയിലെ വലിയ വളർച്ചയ്ക്ക് അത് നിദാനമായി മാറി. അതായത് നമ്മൾ മനസ്സിലാക്കണം, 138ഓളം ചൈൽഡ് മെറ്റേണിറ്റി സെൻറ്റേഴ്സാണ് സ്ഥാപിച്ചത്. ആ കാലത്ത് യാതൊരു തരത്തിലുള്ള പ്രസവരക്ഷയോ കുട്ടികൾക്കുള്ള ചികിത്സയോ ഒന്നും ലഭ്യമല്ലാതിരുന്ന കാലത്താണ് ഇത്രയധികം മെറ്റേണിറ്റി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ സ്ഥാപിക്കുന്നത്. അതിലൂടെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയാണ് ആ സർക്കാർ ഉറപ്പുവരുത്തുന്നത്. അതുകൂടാതെയാണ് 57 വിദ്യാഭ്യാസ ബിൽ. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ആ ബില്ലിലൂടെ ഏകദേശം 10,000ഓളം സ്കൂളുകൾ, അത് വിവിധ മത സ്ഥാപനങ്ങളുടെ കൈവശമുണ്ടായിരുന്നത്, ഇവയെല്ലാം തന്നെ അവരുടെ പ്രവർത്തനം ഏകീകരിക്കുകയും എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് ലെഗുലേഷൻസ് കൊണ്ടുവരികയും ചെയ്തു. പല മത സംഘടനകളുടെയും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെയും കൈവശം വരുന്ന ഈ 10,000ഓളം വരുന്ന സ്വകാര്യ സ്കൂളുകൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ആ സർക്കാർ അതിലുള്ള അധ്യാപകർക്ക് നേരിട്ട് തന്നെ ശമ്പളം കൊടുക്കുകയും സർക്കാരിൻ്റെ കൺട്രോൾ എല്ലാ മേഖലയിലും വരുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറി. അങ്ങനെ എയ്ഡഡ് സ്കൂൾസ് സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറി. അന്ന് നമ്മൾ പിന്നീട് ഒരു കണക്കെടുക്കുമ്പോൾ, അതായത് 77 ഒരു കണക്കെടുക്കുന്ന സമയത്ത് കേരളത്തിൽ 1.2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു പ്രൈമറി സ്കൂൾ, ഒരു UP സ്കൂൾ എന്നിവയും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹൈസ്കൂളും ഉണ്ടായിരുന്നു. ആ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ വലിയ വളർച്ച നേടി. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് 14 സർക്കാർ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ 1200-ലധികം വലിയ ആശുപത്രികളും ഉള്ള ഒരു വലിയ ആരോഗ്യ ശൃംഖലയായിട്ട് കേരളത്തിലെ പൊതു ആരോഗ്യരംഗം മാറുന്നതാണ്.
അതിൽ നമുക്കറിയാം ഇപ്പോൾ 10,000 താഴെയാണ് നമ്മുടെ കേരളത്തിലുള്ള മൊത്തം ആശുപത്രികളുടെ എണ്ണം. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആശുപത്രികൾ 1,200-ലധികം ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ. കേരളത്തിലെ ഏതൊരു പൗരനും ഏറ്റവും മികച്ച ചികിത്സക്ക് ലഭ്യമാക്കാവുന്ന രീതിയിലുള്ള മറ്റ് ഇപ്പോൾ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഇതിന് പുറമേ ഇത്ര വലിയൊരു ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് സർക്കാർ നടത്തുന്നത്. അപ്പോൾ അവിടെ വരുന്ന രോഗികളാണെന്നുണ്ടെങ്കിൽ രോഗികളുടെ എണ്ണം വളരെ വളരെ അധികമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ വലിയൊരു ആരോഗ്യ സ്ഥാപനങ്ങളുടെ നെറ്റ്വർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് ഈ മേഖലയിൽ ലഭിക്കേണ്ടതായ സഹായങ്ങളൊന്നും തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. പുതിയ PSCകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നമ്മൾ പിന്തുടരപ്പെട്ടു പോകുന്നു. സ്കൂളുകൾ വരുന്നിടത്ത് നമ്മൾ പിന്തുടരപ്പെട്ടു പോകുന്നു. കാരണം നമ്മളിതെല്ലാം ആ ശരാശരി ഇന്ത്യൻ നിലവാരത്തേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം, ധാരാളം ഫണ്ട് സംസ്ഥാനത്ത് ലഭിക്കാനുള്ളത് ലഭിക്കുന്നില്ല. അതായത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ റവന്യൂ കമ്മി ഉള്ള കാശ് പോലും കേന്ദ്ര ബഡ്ജറ്റിൽ ഒന്നും തന്നെ കേരളത്തിന് മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു പരമാർത്ഥമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളം സ്വന്തമായിട്ട് ചെയ്യുന്ന ചില പദ്ധതികൾ, അതായത് കിഫ്ബി പോലുള്ള പദ്ധതികൾ, അത് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടി ഇപ്പോൾ കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതിനൊക്കെയുള്ള വരുന്ന വായ്പകൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ കണക്കിൽ എഴുതി വെച്ചു കേന്ദ്രത്തിന് ലഭിക്കാനുള്ള വിഹിതം ലഭിക്കുന്നേ ഇല്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സ്വന്തമായി വിഹിതം കണ്ടെത്തുന്നതിൽ 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മഹാരാഷ്ട്ര പോലെയോ അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങൾ പോലെയോ വലിയ വ്യവസായശാലകളോ ഒന്നുമുള്ള സംസ്ഥാനമല്ല കേരളം. വലിയ ബിസിനസ്സും ഇല്ല. എന്നിട്ട് പോലും 4ാം സ്ഥാനത്ത് നമ്മൾ തനത് വരുമാനം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ അതേസമയം സെൻട്രൽ ഫണ്ട് കിട്ടുന്നതിൽ നമ്മൾ 15ാം സ്ഥാനത്താണ്. ഈ കാര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇന്ന് ഇപ്പോൾ ആരോഗ്യ മേഖലക്കെതിരെ നടക്കുന്ന വലിയ ആരോപണങ്ങളെ പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ അതിൻ്റെ കപ്പാസിറ്റിയിൽ എത്രയോ അധികമായിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നിലത്ത് കിടക്കേണ്ടി വരും, കട്ടിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെഡിക്കൽ കോളേജിന് ഉൾക്കൊള്ളാവുന്നതിൽ എത്രയോ ഇരട്ടി രോഗികളാണ് അവിടെ വരുന്നത്. അവർക്ക് പരിചരണം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എത്രയോ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പണം ആവശ്യമാണ്. ഈ പണം കണ്ടെത്താൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തമായി കണ്ടെത്താനാവില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം, മറ്റു പല സംസ്ഥാനങ്ങൾക്കും വലിയ തോതിൽ ബഡ്ജറ്റ് ഇതര സഹായം നൽകുന്ന സമയത്ത് കേരളത്തിന് അങ്ങനെ ഒരു സഹായം കിട്ടിയ ചരിത്രമേ ഇല്ല. കേരളത്തിൽ 2018 വലിയ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി. ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തമാണ് 2018 ഉണ്ടായത്. ഏറ്റവും ചുരുങ്ങിയ എസ്റ്റിമേറ്റിൽ 45,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നശിച്ചു. ഒരു രൂപ പോലും നമുക്ക് ആ വകയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും കോവിഡ് വന്നു. കോവിഡ് കാലത്തെക്കുറിച്ചൊക്കെ ധാരാളം ആരോപണങ്ങളുണ്ട്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ആളുകൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ, ചികിത്സ കിട്ടാതെ മരിച്ചു വീണ ശവങ്ങൾ പല നദികളിൽ ഒഴുകി കിടക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു കോവിഡ് രോഗി പോലും ചികിത്സ കിട്ടാതെ മരിച്ചില്ല. നമുക്കറിയാം ആ കാലത്ത് എങ്ങനെയാണ് ഇപ്പോൾ കോവിഡ് രോഗബാധിതരെ അപ്പോൾ തന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ മറ്റ് സെൻറ്റേഴ്സിലും കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണവും ചികിത്സയും നൽകിയിട്ട് രോഗം പൂർണ്ണമായി ഭേദമായതിനു ശേഷമാണ് തിരിച്ചുവിട്ടത്. ഓക്സിജൻ സിലിണ്ടറുകളുടെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തുകയും
ഈ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കോവിഡിനെ കേരളം നേരിട്ടത്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ മറ്റൊരു സഹായവുമില്ലാതെ ഇവിടെ വെള്ളപ്പൊക്കത്തെ നേരിട്ടത്. 2018 അറിയാം, 2018-ലും 2019-ലും ഇതുപോലെ തന്നെ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. അന്നും നമ്മുടെ തീരദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ എത്രത്തോളം ആത്മാർത്ഥതയോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് പ്രത്യേക തെളിവുകൾ വെച്ച് കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഈ ദുരന്തങ്ങൾക്കൊന്നും തന്നെ ഇപ്പം ഏറ്റവും അവസാനം നടന്ന നമ്മുടെ ചൂരൽമല ദുരന്തത്തിലായാലും ഒരു സഹായവും പുറത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ നമ്മുടെ പരിമിതമായ വിഭവശേഷിയിൽ നിന്നുകൊണ്ട് ഭരിക്കുന്ന സർക്കാരുകൾക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളാണ്. ഇതെല്ലാം നേരിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മറ്റു പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ട് ഞെരുങ്ങി നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് നേരിടും. അത്തരം ബുദ്ധിമുട്ടുകൾ ആണ് നമ്മുടെ പൊതു മേഖലയിലെ ആരോഗ്യ സ്ഥാപനങ്ങളും സ്കൂളുകളൊക്കെ നേരിടുന്നത്. എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതു ആശുപത്രികളും കേരളത്തിൽ തന്നെയാണുള്ളതെന്നുള്ളതിന് നീതി ആയോഗ് അടക്കമുള്ള ഏജൻസീസ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട എന്നല്ല പറയുന്നത്, വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കപ്പെടണം. അതേസമയം തന്നെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലുപരി ഈ സ്ഥാപനങ്ങളെ എങ്ങനെ ശക്തിപ്പെടുത്താനാവും, ഈ മറ്റ് സഹായമൊന്നുമില്ലാതെ നമുക്ക് നമ്മുടേതായ ഈ സ്ഥാപനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ആശുപത്രികളെ ഒക്കെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ധാരാളം സ്വകാര്യ ആശുപത്രികൾ, വലിയ ആശുപത്രികളെല്ലാം തന്നെ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. വലിയ കമ്പനികളാണ്, ഫാർമ കമ്പനികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല. അത് ഒന്നുകിൽ നമ്മുടെ ഇവിടെയുള്ള ചികിത്സാ സമ്പ്രദായത്തിൽ വലിയ ലാഭം കൊയ്യാമെന്ന് കണ്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിക്കാമെന്ന് കരുതിയായിരിക്കാം. അവരുടെ യഥാർത്ഥ അജണ്ട എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ വലിയ സ്ഥാപനങ്ങളെ, സ്വകാര്യ സ്ഥാപനങ്ങളെ ഈ സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾക്കെതിരെ വരുന്ന പരാതിയെ അത്ര നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. അതിൻ്റെ പുറകിൽ ഉള്ള അജണ്ട എന്താണെന്നും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പൊതു സ്ഥാപനങ്ങളെ അത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ വലിയ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളെ കൂട്ടാനുള്ള സംവിധാനമാണോ എന്നും സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ ആവില്ല. അതിനാൽ ഈ കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള റെസ്പോൺസാണ് ശരിക്ക് ജനങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഒന്ന്, ഈ സ്ഥാപനങ്ങൾ, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളാണെന്ന്, നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങളാണെന്ന് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരു ധാരണയുണ്ടാവും. ഇത് സ്വന്തം സ്ഥാപനങ്ങളാണ്. അതായത് അവിടെ ഒരു സ്കാനിങ് മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു സ്കാനിങ് മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എക്സ്റേ മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എനിക്ക് കൂടി ഉപയോഗമുള്ളതാണ് എന്ന് അവിടുത്തെ ജീവനക്കാരന് തോന്നും. അതുപോലെ തന്നെ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഇത് എൻ്റെ സ്ഥാപനമാണ്, ഞാനിത് വൃത്തിയായി സൂക്ഷിക്കണം, ഞാൻ അച്ചടക്കം പാലിക്കണമെന്ന് ഈ വരുന്ന രോഗികൾക്കും തോന്നണം. ആ രീതിയിൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതു ആരോഗ്യ സ്ഥാപനങ്ങളെയും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ ഒരു മാറ്റം വരികയുള്ളൂ. ഇത് സർക്കാർ സ്ഥാപനം എന്ന രീതിയിൽ അവിടെ ചെല്ലുന്ന ആളുകൾ ഒട്ടും കെയർ ചെയ്യാതെ അവിടെയെല്ലാം മറ്റേ വൃത്തിയാക്കാനും നശിപ്പിക്കാനും നോക്കുകയും, അതേസമയം അവിടെയുള്ള ജീവനക്കാരാകട്ടെ യാതൊരു ആത്മാർത്ഥതയില്ലാതെ ഈ പലപ്പോഴും ഇപ്പോൾ സ്വകാര്യ
ആശുപത്രികൾക്ക് വേണ്ടിയെന്ന് ആരോപണമുണ്ട്. ഇപ്പോൾ അവിടെ വളരെ വലിയ ചെലവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വലിയ യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയും അതുപോലെ തന്നെ അത് കേടുവരുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ രണ്ട് രീതിയും മാറ്റിയിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 1957 മുതൽ ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരുകൾ, അതിലെ പല സർക്കാരുകളിലെയും വളരെ വിഷണറിമാരായിട്ടുള്ള ഭരണകർത്താക്കൾ കേരളത്തിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത രീതിയിൽ പൊതുമേഖലയിൽ ആരോഗ്യ സംവിധാനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങളെ പരിപാലിക്കുക എന്നുള്ള ചുമതല ആണ് നമുക്ക് ഇന്നുള്ളത്. ആ കാര്യത്തിൽ കൃത്യമായ ബോധവൽക്കരണം ഇപ്പോൾ ആ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ നമ്മളെ അവിടെ അത് ഉപയോഗിക്കാൻ വേണ്ടി ചെല്ലുന്ന പൊതുജനങ്ങൾക്കും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു ആപത്തിനെയാണ് മുന്നിൽ കാണുന്നത്. പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതു ആരോഗ്യ സ്ഥാപനങ്ങളും ഇല്ലാതായി കഴിഞ്ഞാൽ, അതില്ലാതാവേണ്ടത് സ്വകാര്യ മേഖലയുടെ വലിയൊരു ആഗ്രഹമാണ്. അത് ഇല്ലാതായി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ബോധവാന്മാരാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ സ്ഥാപനങ്ങളെ, അത് ആരോഗ്യ സ്ഥാപനങ്ങളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എങ്ങനെ കൂടുതൽ മികവോടെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ഉള്ളതിനുള്ള യജ്ഞമാണ് നമ്മൾ ആരംഭിക്കേണ്ടത്.